നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. അനിമോന്റെ ശബ്ദരേഖയിൽ പിടിച്ച് വീണ്ടും ബാർ കോഴ എന്ന് അലമുറയിട്ട പ്രതിപക്ഷത്തിന് വൻ തിരിച്ചടി. ബാർ ഉടമകൾ കോഴ നൽകണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് അനിമോൻ. വോയിസ് ക്ലിപ്പ് പൊക്കിപ്പിടിച്ച് UDF ആസൂത്രണം ചെയ്ത സമരപരിപാടികളുടെ ഭാവി ഇനി എന്താണ്? ഗൂഢാലോചന സംശയിച്ച് മന്ത്രി MB രാജേഷ് നൽകിയ പരാതി കൂടുതൽ പ്രധാനപ്പെട്ടതാകുകയാണ് ഇപ്പോൾ. ബാർ ഉടമകളുടെ സംഘടനാ പ്രശ്നത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവങ്ങളിൽ LDF സർക്കാരിനെതിരെ ബാർ കോഴ ആരോപിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട പ്രതിപക്ഷ നേതാവിനും UDF നേതാക്കൾക്കും ഇനി പുതിയ വഴി തേടേണ്ട അവസ്ഥ. ചില മാധ്യമങ്ങളും പ്രതിപക്ഷത്തെ ചില നേതാക്കളും മദ്യനിരോധനം ആവശ്യപ്പെടുന്ന ചില സാമുദായിക സംഘടനകളും ചേർന്ന് സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയോ എന്നാണ് LDF സംശയിക്കുന്നത്. ബാർ മുതലാളിമാർ തമ്മിലുള്ള തർക്കം മുതലെടുത്ത് നിയമസഭാ സമ്മേളന കാലത്ത് വലിയ കലാപം സ്വപ്നം കണ്ട പ്രതിപക്ഷം സ്വയം കുഴിച്ച കുഴിയിൽ വീണോ? മദ്യലഹരിയിൽ വീണോ പ്രതിപക്ഷം എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്തു എന്ന അവസ്ഥയാണോ ഇപ്പോൾ? ഇവിടെ കാളയല്ലല്ലോ പെറ്റിരിക്കുന്നത്, നല്ല ഒന്നാം തരം ജേഴ്സി പശുവാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പോൾ കയറെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ അനിമോൻ ഇന്ന് പുതിയതായി എന്ത് വാർത്താക്കുറിപ്പ് ഇറക്കിയാലും അനിമോൻ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാട്സാപ്പ് സന്ദേശം അത് കല്ലേൽ കുത്തിയതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലും കൈകളിലും എത്തിയിരിക്കുക. ഇനി എന്തൊക്കെ തകിടം മറികളും നടത്തിയാലും കൈകാലിട്ടടികൾ നടത്തിയാലും അനിമോൻ പറഞ്ഞത് 100 101% കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നടപടിക്ക് 1 മിനിറ്റ് സമയം തന്നെ ഒരു മിനിറ്റ് സമയം കൂടെ തന്നാൽ മതി. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം. ഞാൻ അനിമോന്റെ വാട്സാപ്പ് സന്ദേശത്തിലെ ഒരു 2 സെന്റൻസ് മാത്രമാണ് ഇവിടെ വായിച്ചത്. ഇപ്പോ അനിമോനും ചൈന സുനിലും പറയുന്നത് എന്താ? തിരുവനന്തപുരത്തെ ബാർ ഹോട്ടൽ ഉടമകളുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മീറ്റിംഗിന്റെ അജണ്ട ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. അതിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളൂ, കെട്ടിടത്തിന്റെ ഫണ്ട് എന്നുള്ള നിലയിൽ. ഇവിടെ അനിമോൻ വളരെ നിർദോഷമായിട്ടാണ്. ഇവിടെ നമ്മളാരും ഈ ബാർ ഇടപാടിൽ എന്തെങ്കിലും കോഴ നടക്കുന്നുവെന്ന് കേരളത്തിലെ ഒരാൾക്കും അറിയുന്ന ഒരു ഘട്ടത്തിലല്ല. വളരെ നിർദോഷമായി അനിമോൻ തന്റെ വാട്സാപ്പ് മെസ്സേജ് അതിലെ അംഗങ്ങൾക്ക് കൊടുക്കുകയാണ്. അത് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ശ്രീ സേനാപതി വേണു, ഇപ്പോ നിങ്ങൾ തന്നെയാണ് അനിമോന്റെ ആദ്യത്തെ മെസ്സേജ് വലിയ രീതിയിൽ വിശ്വസിപ്പിച്ച് ഇന്നലെയൊക്കെ ചാനലുകളിലൊക്കെ വലിയ ചർച്ചയിൽ കൊണ്ടുവന്നത്. ആ അനിമോനെ തന്നെയാണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ആ അനിമോൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ ചർച്ചയ്ക്കായും വരുന്നത്. അപ്പോൾ അതിനകത്ത് അനിമോൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ വിശ്വസിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിനകത്ത് വലിയ യുക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞതും സുനിൽകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞതും ഒക്കെ തമ്മിൽ കൂട്ടി യോജിക്കുമ്പോൾ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. ബാർ മുതലാളിമാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. സുനിൽകുമാറുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അനിമോനെ കൊണ്ട് ആദ്യത്തെ ദിവസം മറ്റൊരു വോയിസ് ക്ലിപ്പ് ഇടിയിച്ചത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് ആരിടിച്ചു എന്നുള്ളതാണ് ലാലെ പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഇടിയിച്ചതാണോ? നമ്മൾ ആരെങ്കിലും ഞാൻ ചോദിക്കുന്നത്, മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെ നമ്മൾ ഈ പാനലിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, നമ്മൾ ആരെങ്കിലും അനിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുള്ളവരാണോ? പിന്നെ ആരാണ് ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന നടത്തിയത്? ഇനിയിപ്പോ അനിമോൻ ഇന്ന് പറയുക ഞങ്ങൾ ഗാസ മുനമ്പിൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഫണ്ട് പിരിച്ചതാണ് എന്ന് വേണമെങ്കിൽ അനിമോൻ. നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ ഈ അനിമോൻ, നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ. നിങ്ങൾക്ക് അവിടെയൊക്കെ കൂടുതൽ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാവുന്നത് അനിമോൻ ഇന്നലെ ഇട്ട വോയിസ് ക്ലിപ്പും ഇന്ന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശവുമാണ്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ അവരുടെ അഭിപ്രായ വ്യത്യാസം, ബാർ ഹോട്ടൽ മുതലാളിമാർ തമ്മിലുള്ള അവരുടെ സംഘടനയ്ക്കകത്തുണ്ടായ പ്രശ്നം, അതിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ തർക്കത്തിനൊടുവിൽ
അനിമോനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിമോൻ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥയിൽ അവർക്കൊരു വോയിസ് ക്ലിപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലിടുന്നു. അതിനകത്ത് ഈ കെട്ടിടത്തിൻ്റെ ആധാരം എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് അവർ കെട്ടാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ ആധാരം എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം ഇന്ന് പറയുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് ഇട്ടത് എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം സർക്കാരിന് ദോഷമാകില്ല എന്ന് കരുതുന്നു എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് അത്രേ. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ആ സമയത്ത് സുനിൽകുമാർ ഒരു പണി കൊടുത്തതാകാം, അല്ലെങ്കിൽ സർക്കാരിനെ ദോഷപ്പെടുത്താൻ വേണ്ടി തന്നെ പറഞ്ഞതാകാം. എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് എന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ. ലാലെ ഇദ്ദേഹം തൊടുപുഴക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ 1-2 ബാറുകൾ കുമളിയിലും പരിസര പ്രദേശങ്ങൾ, സ്പൈസ് ഗ്രോവ് ഒക്കെ, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നെ അറിയുമെന്നറിയില്ല, ഞങ്ങൾ നേരിട്ട് തമ്മിൽ പരിചയമൊന്നുള്ള ആളല്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മിനിഞ്ഞാന്ന് ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് ക്ലിപ്പ്, അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ അകത്ത് പറയുന്നുണ്ടോ? അദ്ദേഹം ബാർ ഹോട്ടൽ ഉടമകളുടെ തർക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൽ പറയുന്നുണ്ടോ? അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? ഡ്രൈ ഡേ മാറ്റാനും അതോടൊപ്പം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിക്കിട്ടാനുമായിട്ടുള്ള ഒരു സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഘടനയ്ക്കകത്ത് പണം കിട്ടുന്നതിന് വേണ്ടി സംഘടനയിലെ അംഗങ്ങളോട് പല രീതിയിൽ ആളുകൾ പണം പിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഇതിനകത്ത് അനിമോൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമാണ് പണം പിരിവ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത മാനസിക അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി അദ്ദേഹം പല അടവുകൾ പ്രയോഗിക്കാം. ആ രീതിയിലാകാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണം നടക്കുകയാണല്ലോ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് മാത്രം എടുത്തു വെച്ചിട്ട് മന്ത്രിമാർ രാജിവെക്കണം, സർക്കാരിന് ഇതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മദ്യനയത്തെ പോലും സർക്കാർ തിരുത്താത്ത മദ്യനയം പോലും തിരുത്തിയിരിക്കുകയാണ് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പാകെ പ്രചരിപ്പിക്കുന്നതൊക്കെ UDF പോലൊരു സംവിധാനത്തിന്, കോൺഗ്രസ് പോലൊരു പാർട്ടിക്കൊക്കെ ചേർന്നതാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് മാത്രമല്ലോ സംശയം വന്നിരിക്കുന്നത്. CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി, ഇടതുപക്ഷ ഏകോപന സമിതിയുടെ ജില്ലാ കൺവീനർ സഖാവ് KK ശിവരാമൻ വളരെ സ്വാധീകനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം തൊടുപുഴ സ്വദേശിയാണ്. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ ഉടുമ്പന്നൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ട് എങ്കിൽ ലാലെ KK ശിവരാമൻ പറഞ്ഞത്, താങ്കളുടെ നാട്ടുകാരനായ CPI നേതാവ് KK ശിവരാമൻ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇത്തരത്തിലൊരു കാര്യം സാധാരണ രീതിയിൽ നടക്കാൻ സാധ്യതയില്ല. ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. 25 കോടി രൂപ ഒന്നും LDFിൻ്റെ ഒരു നയം മാറ്റാൻ വേണ്ടി അങ്ങനെയൊന്നും ആരും കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകില്ല ഒരിക്കലും. ഇത് ഇങ്ങനൊരു മദ്യനയം തീരുമാനിക്കാത്ത ഒരു കാര്യത്തിൽ ഇങ്ങനൊരു പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നാണ്. അത് സർക്കാരിൽ നിന്ന് ആരും ബന്ധപ്പെട്ടവർ അതിനകത്ത് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ്. അല്ല, ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശിവരാമൻ പറയുന്നത് എന്താ? ഇവിടെ 25 കോടി രൂപ കളക്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്? ഗവൺമെന്റിന്റെ മദ്യനയം പുതിയത് കൊണ്ടുവരുമ്പോൾ മദ്യലോബിക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ശിവരാമൻ പോലും സംശയിക്കുന്ന ഒരു കാര്യമാണ്. ആ സംശയത്തെക്കുറിച്ച് UDF ഞങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ KK ശിവരാമൻ പറയുന്നത് കേട്ടിട്ടാണോ UDFിന്റെ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്? കോൺഗ്രസിന്റെ നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ KK ശിവരാമനെയും ഈ അനിമോനെയും ഒക്കെ കേട്ടിട്ടാണോ ഇപ്പോൾ ഇത്തരത്തിൽ നിലപാടെടുത്തത്? ഇപ്പോൾ അനിമോൻ തിരിച്ചു പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചും പറയണ്ടേ? അല്ല, അങ്ങനെ തിരിച്ചു പറയാൻ പറ്റത്തില്ലെന്നേ. അനുമോൻ ഒരു കാര്യം നിർദോഷമായി വാട്സാപ്പ് മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നു. ആ കാര്യം സത്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഭരിക്കുന്ന സർക്കാരിനെ, ജനങ്ങൾക്കല്ല, കോൺഗ്രസിനും പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും മുഴുവനും നമുക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷെ പ്രതിപക്ഷത്തിന് ഇനി അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം പറയേണ്ടത് എന്താണ്? ഇതിനകത്ത് ആരാണ് പണം വാങ്ങിയത്, ആരുടെ പണം ആർക്ക് കൊടുത്തു? നമ്മളിങ്ങനെയാണല്ലോ മുമ്പ് ചില കോഴ ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടത്. മുമ്പ് എക്സൈസ് മന്ത്രിയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടത്, അന്ന് ലൈസൻസ് ഫീ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് നടന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. പണം ആര് കൊണ്ടുവന്നു, ഏത് മന്ത്രിക്കൊക്കെ കൊടുത്തു, ഏതൊക്കെ നേതാക്കൾക്ക് കൊടുത്തു എന്നൊക്കെ അത് കൃത്യമായി പറഞ്ഞ ആളുകൾ തുടർന്നും കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പം ഇവിടെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ.
അല്ല, ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പണം കൊടുത്താലേ നമ്മുടെ കാര്യങ്ങൾ നടത്തിയുള്ളൂ. ആരാണ് നടത്താൻ പറ്റുന്നത്? ഞാൻ അങ്ങനെ ഒരാൾ ചോദിക്കുന്ന പറഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിക്ക് ഇതിപ്പോ എല്ലാ സിദ്ധരാമയ്യയ്ക്ക് പണം സംഘടനകളും കൊടുത്തുകൊണ്ട് കേരളത്തിലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കുവോ? ഇല്ലെങ്കിൽ MK സ്റ്റാലിന് പണം കൊടുത്തുകൊണ്ട് കേരളത്തിലെ ബാറിന്റെ സമയം നീട്ടിക്കൊടുക്കുവോ? ഈ സമയം നീട്ടിക്കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും അതിന് തീരുമാനമെടുക്കാൻ കഴിയുന്നവരും ആരാണ്? അവരുടെ കൈകളിലേക്ക് ഈ പണം ചെല്ലും. ശ്രീ സേനാപതി വേണു, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. വ്യാപാരി വ്യവസായികളുണ്ട്. അത് ഞാൻ ഏതെങ്കിലും പ്രത്യേക സംഘടന ഉദ്ദേശിച്ചല്ല. വ്യാപാരികളുണ്ട്, അതുപോലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് അധ്യാപകരുണ്ട്. ഇവർക്കൊക്കെ സംഘടനകളുണ്ട് കേരളത്തിൽ. ഇവർക്കൊക്കെ പല ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നേടാൻ വേണ്ടി അവരുടെ സംഘടനയ്ക്ക് പണം വേണം. അംഗങ്ങളിൽ നിന്ന് അവർ പണം പിരിക്കും. പണം ഒരുപക്ഷെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിച്ച് കിട്ടാതാകുമ്പോൾ അവർ പല കാര്യങ്ങളും നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അംഗങ്ങളിൽ നിന്ന് പിരിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമാണല്ലോ. പല തരത്തിലുള്ള തൊഴിലേർപ്പെടുന്നവരൊക്കെ അവരുടെ സംഘടനകളുടെ അംഗങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നതിന് പല കാര്യങ്ങൾ നേടിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ടാകും. അതൊക്കെ സർക്കാർ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? സർക്കാരിൻ്റെ നയമൊക്കെ അവിടെ അവർ പിരിക്കുന്ന പണത്തിന് വേണ്ടി പറയുന്ന കാരണങ്ങൾ മൂലമാണെന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുക? അക്കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ്, ഈ രാജ്യം ഭരിച്ച, ഈ സംസ്ഥാനം ഭരിച്ച നിങ്ങൾ എങ്ങനെയാണ് അക്കാര്യത്തിൽ ഒരു ഉറപ്പ്, ഇത്തരമൊരു ശബ്ദരേഖ വെച്ച് പറയുന്നത്? അല്ല, ഇവിടെ ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് ബാർ ഹോട്ടൽ ഉടമയാണ്. ബാർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? സർക്കാരിന്റെ ലൈസൻസിലാ. എത്ര രൂപയാ പ്രതിവർഷം കൊടുക്കുന്നത്? 35 ലക്ഷം രൂപ പ്രതിവർഷം സർക്കാരിന് കൊടുക്കുന്നവൻ വെറുതെ എന്താ പറഞ്ഞേ, ഉദാരമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയല്ലല്ലോ. അവൻ അതിന്റെ എത്രയോ മടങ്ങ് ഈ 35 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ടല്ലോ. ഈ 35 ലക്ഷം രൂപ 8 വർഷം കൊണ്ടാണല്ലോ 35 ലക്ഷം ആയത്. നിങ്ങളുടെ കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ സംശയിക്കേണ്ടത്. നിങ്ങളുടെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ കേവലം 1 ലക്ഷം രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ കൂടിയിട്ടുള്ളത്. ഇതിപ്പോൾ 2016 മുതൽ 2024 ആയപ്പോൾ എത്ര 12 ലക്ഷം രൂപ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് കൂടുതൽ ബാർ മുതലാളിമാർക്ക് വേണ്ടി കൂടുതൽ സഹായം ചെയ്യുന്നത്? അല്ല, ഇവിടെ ഒരു ബാർ ഉടമ അദ്ദേഹം വാട്സാപ്പ് മെസ്സേജ് കൊടുക്കുമല്ലേ? നമ്മളാരും പറഞ്ഞിട്ടല്ലോ. ഞാനോ ലാലോ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഒരു ബാർ ഉടമ അദ്ദേഹം മെസ്സേജ് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്? അതെ, അദ്ദേഹം ഇന്ന് തിരിച്ചു കൊടുത്ത മെസ്സേജ് നിങ്ങൾ വായിച്ചില്ലേ? ഇന്ന് കൊടുത്ത മെസ്സേജ് താങ്കൾ വായിച്ചില്ലേ? അദ്ദേഹം ഇന്ന് കൊടുത്ത മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ആ മെസ്സേജിൽ എന്താണ്? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിൽ ഇനി നാളെ വേണമെങ്കിൽ അദ്ദേഹം പറയും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗാസയിലെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് പണം എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പിരിച്ചതെന്ന്. ബാർ മുതലാളിമാരും അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടില്ലല്ലോ. അന്ന് ഭരിക്കുന്ന സർക്കാരിനോട് സത്യസന്ധമായി അന്ന് ബാർ മുതലാളിമാർ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇന്ന് ആ ബാർ മുതലാളിമാർ എന്താ തലകുത്തനെയായോ? അല്ല, ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ലാലെ. ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. 2015 മാർച്ച് മാസം 13-ാം തീയതി നമ്മുടെ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയ ആ അന്ധകരണങ്ങൾ ഉണ്ടല്ലോ, പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് 2.25 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രി ഈ സമയത്ത് ആളുകളെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അന്നത്തെ എക്സൈസ് മന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ലൈസൻസ് ഫീയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ ടേൺ ഓവർ ടാക്സിൻ്റെ കാര്യത്തിൽ അന്നത്തെ സർക്കാർ എന്ത് നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത്? അന്ന് ഈ പറയുന്നത് പോലെ ബാറുകളുടെ കാര്യത്തിൽ ഫൈനുകളോ ശിക്ഷാ നടപടികളോ എടുത്തതിൻ്റെ എണ്ണം എങ്ങനെയാണ്? അന്ന് എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്? ഇന്നെങ്ങനെയാണ് ഈ 8 വർഷം എങ്ങനെയാണ് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കർശനമായ ഇടപെടലുകൾ ഈ 8 വർഷമാണുള്ളത് കൃത്യമാവുകയാണ് സാർ. അല്ല, 2016 മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വലിയ അന്വേഷണങ്ങൾ നടന്നല്ലോ നമ്മുടെ നാട്ടില്. അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം നടന്നു, ജുഡീഷ്യൽ കമ്മീഷൻ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിജിലൻസ്, വലിയ അന്വേഷണങ്ങൾ നടന്നല്ലോ. ആ അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നു. കോടതിയിൽ കേസ് നടന്നു. ഈ കേസിൽ നിന്നൊക്കെ അവർ പുറത്തു വന്നല്ലോ. ഇപ്പൊ നമ്മൾ എവിടെ പുറത്തു വന്നു? ഏറ്റവും ഒടുവിൽ എക്സൈസ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം പിടിച്ചതിന്റെ വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേസെല്ലാം പോയി എന്നുള്ളതല്ല. അവിടെ പണം കൊടുത്തവർ പറഞ്ഞതൊക്കെ കൃത്യമാണെന്ന് പിന്നീട് കണ്ടെത്തുന്നതാണ് നമ്മൾ കണ്ടത്. പണം കൊടുത്തതിന്റെ വഴികളാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതുപോലെ അത്തരത്തിൽ പണം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ വയ്ക്കൂ. ആ പണം കൊടുത്തത് കണ്ടുപിടിക്കണമല്ലോ. ആര് പണം കൊടുത്തു, എവിടെ കൊടുത്തു?
ഏത് നേതാവിന് കൊടുത്തു? ഏത് പാർട്ടിക്ക് കൊടുത്തു? അല്ലെ, ഇവിടെ ഇവിടെ ഒരു ബാർ ഉടമ പരസ്യമായിട്ട് പറയുകയാണല്ലോ ബാർ ഉടമകളോട്. കേരളത്തിൽ ഇപ്പൊ 801 ബാറുകൾ പ്രവർത്തിക്കുന്നു. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 29 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അടച്ചു പൂട്ടിയതിന് ശേഷമാണ് പോയത്. നിങ്ങൾ വന്ന് ഇതെല്ലാം തുറന്നു കൊടുത്തു. ഇനി തുറന്നു കൊടുത്തതിന് അന്ന് എത്രയാ മേടിച്ചിരിക്കുന്ന ഡീല് എന്നുള്ളത് അതുപോലും ഇനി അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഒരു ബാർ ഉടമ അത് ഒരു സമ്മർദ്ദമോ ഭീഷണിയോ ഒന്നുമില്ലാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പോ ഇപ്പോൾ ആദ്യം പറഞ്ഞത് സമ്മർദ്ദമില്ലാതെ ഭീഷണിയില്ലാതെ, അനിമോൻ ആദ്യം പറഞ്ഞത് സമ്മർദ്ദമില്ലാതെ ഭീഷണിയില്ലാതെ. ഇപ്പൊ രണ്ടാമതൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നത് സർക്കാരിനെ പേടിച്ച് സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട്. ഇതാണ് നിങ്ങൾ പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഭാഗികമായി മാത്രം ഇത്തരം കാര്യങ്ങളെ കണക്കിലെടുക്കാൻ സാധിക്കുക ഒരു മാധ്യമ ചർച്ചയിൽ നിന്ന്? എനിക്കറിയില്ല ജനങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുക എന്നുള്ളതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടത്. ഞാൻ തിരിച്ചു വരാം, താങ്കളിലേക്ക് മാത്രം വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ VPP മുസ്തഫ, ഇക്കാര്യത്തിൽ ഇപ്പോൾ അനിമോൻ ഇന്ന് പുതിയ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. താങ്കൾ ആ വാർത്ത കണ്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ MP രാജേഷ് രാജിവെക്കണമെന്ന് ഇന്നലെ പറഞ്ഞു. ഇന്നിപ്പോൾ MP രാജേഷ് മാത്രം പോരാ, മുഹമ്മദ് റിയാസ് കൂടി രാജിവെക്കണമെന്നാണ്. താങ്കളും ഇതിൻ്റെ അകത്ത് ഭാഗമാണെന്നൊക്കെ UDFൻ്റെ ചില നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ കാണുന്ന ഏറ്റവും പുതിയ സ്ഥിതി? UDFൻ്റെ ഇന്നത്തെ സംസ്ഥാന നേതൃസമിതി യോഗത്തിന് ശേഷം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ രാജിവെക്കണമെന്നും ഏറ്റവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് നടത്തിയൊരു പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ ലാലെ. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഭ്രാന്തിയിൽ 8 വർഷമായിട്ട് അധികാരം ഇങ്ങനെ അകന്നു നിൽക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത വേവലാതിയിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതരം അസുഖം പിടികൂടിയതിനുള്ള ചികിത്സ ഇടതുപക്ഷത്തിൻ്റെ കൈവശമില്ല. അത് പ്രത്യേകം ചികിത്സിക്കേണ്ടത് അവർക്ക് എവിടെയാണ് ചികിത്സിക്കാൻ പറ്റുക എന്നുള്ളത് അവർ നടത്തട്ടെ. നമ്മുടെ മുന്നിൽ ഇനി ഇദ്ദേഹം പറയുന്നത് പോലെ, ഇപ്പോൾ സേനാപതി വാദിക്കുന്നത് പോലെ ഇന്ന് അനിമോൻ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കണ്ടെന്നേ. അത് ലാലെ അവർ പറയുന്നത് പോലെ സർക്കാരിൻ്റെയൊക്കെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയിട്ട് പറഞ്ഞതാണ് വിചാരിക്കും. അത് മാത്രമല്ല, ഞാൻ മാതൃഭൂമി ചാനലിലോ മറ്റോ ഇന്നലെ തന്നെ കണ്ടത് ഒരു അരവിന്ദാക്ഷൻ, അത് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ സമ്മർദ്ദമൊന്നുമില്ലാതെ, സേനാപതി പറയുന്ന സമ്മർദ്ദമൊന്നുമില്ലാതെ ബാർ ഉടമ അനിമോൻ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ ഇടുക്കിയിലെ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഹോട്ടലുകാർ മാത്രമാണ് 2.5 ലക്ഷം കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥരിൽ ഒരാളായ അരവിന്ദാക്ഷൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു പണം കൊടുത്തിട്ടില്ല എന്ന്. അത് ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതും പോട്ടെ, സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ നോക്കൂ സേനാപതി വേണു, നിങ്ങൾ പറയുന്നു ഇദ്ദേഹം ഇടുക്കിക്കാരനാണ്, ഇടുക്കി ജില്ലയിലെ ഈ സംഘടനയുടെ നേതാവാണ്. അവരുടെ ഗ്രൂപ്പിൽ പറയുന്ന ഒരു ശബ്ദ സന്ദേശമാണ്. ഇപ്പോൾ സേനാപതി വേണു ഇടുക്കിയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകളിൽ സേനാപതി വേണു ഉണ്ട്. സേനാപതി വേണുവിന് ആ ഗ്രൂപ്പിൽ ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ സേനാപതി വേണു DCCയുടെ ഇന്ന ഭാരവാഹി, KPCCയുടെ ഇന്ന ഭാരവാഹി എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തുമോ? അതല്ല, ഞാൻ സേനാപതി വേണുവാണ് എന്ന് ലളിതമായിട്ട് ഒറ്റ വാക്കിൽ പറയുമോ? ചിലപ്പോൾ താങ്കളുടെ അത്രയും ചിരപരിചിതനായ നേതാവായതുകൊണ്ട് ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിയായിരിക്കും. കാരണം ഗ്രൂപ്പിൽ നിങ്ങളുടെ പേരും നമ്പറും അടക്കാണല്ലോ വരിക താങ്കളൊരു ശബ്ദരേഖ ഇടുമ്പോൾ. അപ്പോൾ ആ പേരും നമ്പറും കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാമല്ലോ ഇത് സേനാപതി വേണു ആണെന്ന്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ലല്ലോ, നിങ്ങൾ തന്നെയുള്ള നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിൽ. അപ്പോൾ ഇദ്ദേഹം ലാലെ അദ്ദേഹം അംഗമായിട്ടുള്ള, അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള ഇടുക്കിയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ പറയുകയാണ്. പക്ഷേ ആ വാചകം കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക വേണു. എങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്? ഞാൻ അനിമോനാണ്, ഞാൻ ഇടുക്കിയിലെ ഇതിൻ്റെ പ്രസിഡന്റ്, ഇതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. സ്വന്തം ഗ്രൂപ്പിൽ സ്ഥിരമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ പ്രസിഡന്റ് ആയതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പോലും ആയിരിക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഈ ഭാരവാഹിത്വമൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ അനിമോനാണ്, ഇങ്ങനെ ഇന്ന് സംസ്ഥാന യോഗം നടന്നിട്ടുണ്ട്, ഇന്നടുത്ത് അവിടെ ഇങ്ങനെ ചർച്ച വന്നിട്ടുണ്ട് എന്നല്ലേ പറയേണ്ടതുള്ളൂ. പക്ഷെ ആ ഗ്രൂപ്പിൽ അദ്ദേഹം സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഞാനിതാ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അവിടെയാണ് സാധാരണ സേനാപതി വേണുവൊക്കെ പറയുന്നത് പോലെയുള്ള വാചകം ഞാൻ ഉപയോഗിക്കുന്നത്. അരി ഉണ്ണുന്നവർക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവൂലേ? അങ്ങനെ പറയുന്നിടത്ത് അങ്ങനെ തുടങ്ങി തൻ്റെ സ്വന്തം ഗ്രൂപ്പിൽ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലാ പ്രസിഡന്റ് പറയുന്നിടത്ത് ഒരു അഭംഗിയില്ലേ? അതിലെന്തോ ഒരു ആസൂത്രിതമായ നീക്കം പോലെ വരുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ആ ഗ്രൂപ്പിൽ മാത്രം പറയാനുള്ളതാണെങ്കിൽ
അപ്പൊ അദ്ദേഹം ഇങ്ങനെ തന്റെ സ്ഥാനപ്പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തി ഇങ്ങനെ ഒരു ശബ്ദരേഖ ഇട്ടതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ ശബ്ദരേഖ ചോർത്താനുള്ളതാണ് എന്നും ആ ശബ്ദരേഖ സംസ്ഥാനത്താകെ ചോരുമ്പോൾ ഈ ശബ്ദരേഖയുടെ ഉടമ ആരാണ് എന്ന് ആ ഗ്രൂപ്പിന് വെളിയിലുള്ള മറ്റാളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സ്ഥാനപ്പേരടക്കം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വോയിസ് മെസ്സേജ് ഇടുന്നു. അതിന്റെ അർത്ഥം എന്താ? എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ മെസ്സേജ് ഇട്ടതെന്നല്ലേ? അല്ലാതെ ബാർ ഉടമകളിൽ നിന്ന് സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആവശ്യപ്പെട്ടതുപോലെ പണം പിരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമല്ല. മറിച്ച് പ്ലാൻഡ് ആണ്, ആസൂത്രിതമാണ് എന്ന് ആ ശബ്ദ സന്ദേശം തുടങ്ങുന്നിടത്ത് തെളിയുകയല്ലേ? അങ്ങനെ ഒരു ശബ്ദ സന്ദേശവും പിടിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ സേനാപതി വേണു എവിടെ എത്തിച്ചേരും? ഇവർക്ക് തന്നെ അതിൽ വിശ്വാസമില്ലല്ലോ ലാലെ. ഇന്നിപ്പോ UDF യോഗം ചേർന്ന് റിയാസൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞെങ്കിലും സമരം തീരുമാനിച്ചിട്ടില്ല. എന്തേ സമരം തീരുമാനിക്കാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അബദ്ധങ്ങളുണ്ട്. ഇതുപോലൊരു ശബ്ദരേഖയല്ല, ഒരാള് തന്നെ നേരിട്ട് വന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. MP രാജേഷിന്റെ ഓഫീസ് ഇരിക്കുന്നതിന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസ്. അതിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ നേരിട്ട് വന്നല്ലോ മലപ്പുറത്തുനിന്ന്. ശബ്ദരേഖയല്ല, നേരിട്ട് വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതാ ഈ വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് നിയമനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ഈ വീണ ജോർജിന്റെ ഓഫീസിലുള്ള ജീവനക്കാർക്ക് എന്ന് പറഞ്ഞു വന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി കൊടുത്തു. സേനാപതി വേണു, നിങ്ങൾ ഓർമ്മിക്കുമല്ലോ, നമ്മൾ തന്നെ എത്ര ദിവസം ആ വിഷയത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. വീണ ജോർജിന്റെ ഓഫീസ് അഴിമതിക്കാരുടേതാണ്, ഈ പിണറായി സർക്കാർ അഴിമതിക്കാരുടേതാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ പണം വാങ്ങിച്ച് ഭരണം വെച്ച് നിയമനം നടത്തുകയാണ്. അന്വേഷണം നടത്തിയപ്പോൾ അവസാനം തെളിഞ്ഞത് എന്താ? അവസാനം വന്നത് എന്താ? പരാതിക്കാരൻ അറസ്റ്റിലായില്ലേ? അയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്തവർ അറസ്റ്റിലായില്ലേ? അങ്ങനെ ഒരു മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരിടപാടും നടന്നിട്ടില്ല. പക്ഷേ എത്ര ദിവസമാണ് കേരളത്തിലെ LDF ഗവൺമെന്റിനെയും അതിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ഇങ്ങനെ ഒരു ഇല്ലാവടിയുടെ പേരിൽ നമ്മൾ ആക്ഷേപിച്ചത്. എന്നിട്ട് സേനാപതി വേണു, നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് ആക്ഷേപിച്ച ഏതെങ്കിലും ചാനലുകാരൻ തിരുത്താൻ തയ്യാറായോ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ എത്ര തവണയാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പത്രസമ്മേളനം നടത്തിയത്? അന്വേഷണത്തിൽ കാര്യങ്ങൾ വെളിവായിട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ആവശ്യം പിൻവലിക്കുന്നു, ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല, തെറ്റായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോയതാണ്. തയ്യാറായോ? ഇല്ലല്ലോ. അവിടെ നിന്നോ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വന്തം നേതാവ് മാത്യു കുഴൽനാടൻ എന്തെല്ലാം വീരവാദമായിരുന്നു. നിയമസഭക്കകത്ത് നേരിട്ട് മുഖ്യമന്ത്രിയോട് ഞാൻ പൂട്ടും നിങ്ങളെ, നിയമസഭയ്ക്ക് വെളിയിൽ മാധ്യമങ്ങളെ ഇതുപോലെ നിരത്തിക്കൊണ്ട് എത്ര ദിവസങ്ങൾ, എത്ര മണിക്കൂറുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാസപ്പടി വിവാദം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചു. എത്ര മണിക്കൂറുകൾ, ഏതെല്ലാം, ഒരു ദിവസമോ 2 ദിവസമോ ആണോ? എത്ര മാസങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ പോലും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സേനാപതി വേണു പ്രസംഗിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഈ നാട് നീള UDF കോൺഗ്രസ് നേതാക്കൾ ചെറുതും വലുതുമെല്ലാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മകളെയും കുറിച്ച് എത്ര ആക്ഷേപകരമായ വർത്തമാനങ്ങൾ പറഞ്ഞു. എന്നിട്ട് വിജിലൻസ് കോടതിയിൽ കേസുമായിട്ട് പോയി. എന്താ ഇപ്പോൾ വിജിലൻസ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്? എടുത്തെറിഞ്ഞില്ലേ? എന്തേ മാത്യു കുഴൽനാടൻ ഈ പുതിയ ശബ്ദരേഖാ വിവാദം തൻ്റെ നാട്ടിൽ, മാത്യു കുഴൽനാടൻ്റെ നാട്ടിനോട് ചേർന്നിട്ടാണല്ലോ അദ്ദേഹം കൂടി നിൽക്കുന്ന ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ ഭൂമിയും കാര്യങ്ങളും ഉള്ളതാണല്ലോ, ആ നാട്ടിൽ നിന്നാണല്ലോ വിവാദം വന്നത്. എന്താ ഈ 3 ദിവസമായിട്ടും മാത്യു കുഴൽനാടൻ മിണ്ടാത്തത്? ഇടതുപക്ഷത്തിന്റെ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ ഘോരം പ്രസംഗിക്കാൻ വലിയ വില്ലാളി വീരൻ വക്കീൽ എന്ന് പറഞ്ഞിട്ട് വന്നയാൾ 3 ദിവസമായിട്ടും മിണ്ടുന്നില്ലല്ലോ സേനാപതി വേണു. എന്തേ മിണ്ടാത്തത്? അദ്ദേഹത്തിന് മറ്റേ കേസിൽ കിട്ടിയ അനുഭവം കിടക്കുകയല്ലേ? എന്തേ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ ശബ്ദരേഖ വെച്ചിട്ട് MP രാജേഷ് രാജിവെക്കണം, റിയാസ് രാജിവെക്കണം എന്ന് പറയുന്നവർ, ഇതാ നേരത്തെയും ഈ ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് അനുഭവമില്ലേ? ഇങ്ങനെ ആരോഗ്യമന്ത്രിയുടെ കാര്യം എന്തേ മിണ്ടാത്തത്? ഒരു ഉപമയ്ക്ക് വേണ്ടിയിട്ടോ പഴയ അനുഭവമായിട്ടോ? എന്തേ മാസപ്പടി കേസ് പറഞ്ഞിട്ട് ഇതാ എങ്ങനെയാണ് സകലതും എന്ന് പറയാൻ കഴിയാത്തത്? നിങ്ങൾ കൊണ്ടുവന്ന ഇത്തരം വിവാദങ്ങൾ, ശബ്ദരേഖകൾ, അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് കൊണ്ടുവന്ന വിവാദങ്ങൾ മുഴുവൻ ഇങ്ങനെ ചീറ്റിപ്പോവുകയല്ലേ ചെയ്തത്? അത് തന്നെയല്ലേ ഇതും? സേനാപതി വേണു നെഞ്ചിൽ കൈവച്ച് പറ, അത് തന്നെയല്ലേ ഇതും? എന്തെങ്കിലും ആധികാരികതയുണ്ടോ ഈ ശബ്ദരേഖയ്ക്ക്? എന്തെങ്കിലും ആധികാരികതയുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്,
അദ്ദേഹം ആ ശബ്ദരേഖ തുടങ്ങുന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട്, സ്വന്തം ഗ്രൂപ്പിലാണെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. റൈറ്റ്. അങ്ങനെ വലിയ വിശദമായിട്ട് തന്റെ അഡ്രസ്സും ടാഗ്ലൈനും എല്ലാം പറഞ്ഞ് പറയുന്നിടത്തുന്നത് വളരെ കൃത്യമല്ലേ? ഡോക്ടർ വി പി പി മുസ്തഫ, അപ്പോൾ ഇങ്ങനെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാലും പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുത്തു വരുന്ന പല നിലപാടുകളിലും കാര്യമില്ല, അതൊക്കെ ചീറ്റിപ്പോവുകയാണ് എന്ന അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പം ഇതിൽ തന്നെ നോക്കൂ, ഒരു ശബ്ദരേഖ വരുന്നു. അതിനു മുമ്പ് തന്നെ ഒരു മാസമായി മാധ്യമങ്ങളിൽ പലയിടത്തും ഈ മദ്യനയം സംബന്ധിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് മദ്യനയം മാറുകയാണ്, ഡ്രൈ ഡേ ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള വാർത്ത വരുന്നു, ചർച്ചകൾ നടക്കുന്നു. അതിനെ പിടിച്ചുകൊണ്ട് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഈ ശബ്ദരേഖയിൽ പിടിച്ചുകൊണ്ട് ഇന്നലെ ചാടി വീണു. എം പി രാജേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു. ഇന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് റിയാസിൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നിടത്തേക്ക് എത്തിയത്. യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സമരങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനിടയിൽ നിയമസഭാ സമ്മേളനമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഒരുങ്ങി വരുമ്പോഴാണ് ഇതിപ്പോൾ അനിമോൻ്റെ പുതിയ മെസ്സേജ് വരുന്നത്. ഇതിപ്പോൾ യു ഡി എഫിന് അടി കിട്ടിയ അവസ്ഥയാണോ? അല്ല, അനിമോൻ്റെ മെസ്സേജ്, അനിമോനെ കാണിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മണ്ടത്തരം തന്നെയാണ്. ആരെങ്കിലും അങ്ങനെ ശബ്ദ സന്ദേശം അയക്കുമോ കാശ് പിരിക്കാൻ വേണ്ടി, അതും ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടി? അങ്ങേയറ്റത്തെ അബദ്ധമാണ് അനിമോൻ കാണിച്ചത് എന്നുള്ളത് ഒരു കാര്യം. അനിമോൻ ഒരു ബാർ ഉടമസ്ഥനാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ അനിമോൻ്റെ പേര് ആദ്യം കേരളം കേൾക്കുന്നത് കെ എം മാണി സാറിനെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണങ്ങളുടെ പേരിലാണ്. അന്ന് ജേക്കബ് തോമസ് ആയിരുന്നു, ഡോക്ടർ ജേക്കബ് തോമസ് ആയിരുന്നു IPS ADGP. അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടർ. അദ്ദേഹത്തിന് കെ എം മാണി ഒട്ടിരി പക്കയുണ്ടായിരുന്നു. കെ എം മാണി എങ്ങനെയെങ്കിലും പൂട്ടണം, ഈ കേസിൽ കുരുക്കണം എന്നുണ്ടായിരുന്നു. നമുക്കതിൻ്റെ പശ്ചാത്തലം ഞാൻ ഒരു മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് തുടങ്ങിയത് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടത് സാക്ഷാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങി എയർപോർട്ടിലെത്തിയപ്പോൾ ഒട്ടും വൈകാതെ പത്രക്കാരെ വിളിച്ചിട്ട് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഇടുകയാണ്. അവിടെ തുടങ്ങി ഒരു കോലാഹലം. ബാർക്കോഴ അവിടെ ഇങ്ങനെ തീ കത്തി അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ജേക്കബ് തോമസിൻ്റെ വിജിലൻസ് അന്വേഷണം വരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കെ എം മാണിക്കെതിരെ മൊഴി പറയാൻ പറ്റിയ 4 പേരെ സംഘടിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനി അനിമോൻ എന്ന തൊടുപുഴയിലെ ബാർ ഉടമസ്ഥനായിരുന്നു. പിന്നെ മറ്റുള്ളവരെയൊക്കെ എനിക്ക് തോന്നുന്നു സേനാപതി വേണുവിന് അറിയായിരിക്കും. മറുകര കുഞ്ഞാപ്പൻ, അംബാസഡർ തങ്കച്ചൻ കോട്ടയം സ്വദേശി, സജു ഡേവിസ് കാഞ്ഞിരപ്പള്ളി, അവരൊക്കെ ബാർ ഉടമസ്ഥരാണ്. അപ്പോൾ അവർ തമ്മിലുണ്ടാക്കിയിരുന്ന ഒരു ധാരണ, ആദ്യം രാവിലെ തിരുവനന്തപുരത്ത് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്നത് അനിമോൻ, അതിനുശേഷം തങ്കച്ചൻ, അതിനുശേഷം സജു ഡൊമിനിക്. അവരങ്ങനെ പദ്ധതിയിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നു. അനിമോൻ രാവിലെ നേരത്തെ തന്നെ തിരിച്ചു, കാലത്തെ തിരിച്ചു. 11-12 കൂടി കൊട്ടാരക്കര എത്തിയിട്ടുണ്ടാവണം. പക്ഷേ കൊട്ടാരക്കര വെച്ച് അനിമോൻ യാത്ര നിർത്തി. അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ലാലേ. യാത്ര നിർത്തി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്, സാക്ഷി പറയാൻ പോയില്ല. അപ്പം കൂടെ വരേണ്ടിയിരുന്ന കുഞ്ഞാപ്പനും തങ്കച്ചനും സജു ഡൊമിനിക്കും അതോടുകൂടി യാത്ര മുടക്കി. അവരും തിരുവനന്തപുരത്ത് എത്തിയില്ല. വിജിലൻസ് ഡയറക്ടർക്ക് മൊഴി കൊടുത്തില്ല. അതിനകത്ത് എന്തോ അന്തർനാടകം ഉണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ജേക്കബ് തോമസിൻ്റെ ലക്ഷ്യം കെ എം മാണിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം 8 വാഹനങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തി. പാലായിലും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കെ എം മാണിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ പോലും, പെൺമക്കൾ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് അന്ന് അദ്ദേഹം നടത്തിയത്, ജേക്കബ് തോമസ്. പക്ഷേ അതെല്ലാം അലസിപ്പോയി. ഈ സാക്ഷിമൊഴി കിട്ടിയില്ല. അതുകൊണ്ട് മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. കെ എം മാണി ഒളിവിൽ പോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കെ എം മാണി ആ വീട്ടിൽ നിന്ന് മാറി നിന്നു. ആ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അത്രയ്ക്ക് സംഭവബഹുലമായിരുന്നു ബാർക്കോഴ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ പഴയ ഒരു കഥ എടുത്ത് പറഞ്ഞത്, പഴയ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഇവിടെ
ഈ ആരോപണം രാഷ്ട്രീയമായിട്ട് വളരെ പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാൻ കയ്യിൽ കിട്ടിയൊരു വലിയ ആയുധമാണ്. അവർ അത് ഉപയോഗിക്കും, രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കും. മാധ്യമങ്ങൾക്ക് ഇതൊക്കെ വലിയ വാർത്തയാണ്. 1-ാം പേജിൽ അവർ വാർത്ത കൊടുക്കുകയും ചെയ്യും. ഇത് തീ കത്തി നിൽക്കുവോളം കാലം, ഇതിനാരെങ്കിലുമൊക്കെ എണ്ണ ഒഴിക്കുവോളം കാലം അത് മാധ്യമങ്ങളിൽ 1-ാം പേജിൽ തന്നെ വരികയും ചെയ്യും. പിന്നീട് അതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിയമപരമായിട്ട് ഇപ്പം വിജിലൻസ് അന്വേഷണം വേണം, മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, പ്രതിപക്ഷം അങ്ങനെ പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ഒരു കാരണമുണ്ടാവണം. ഇവിടെ അനിമോൻ്റെ ഒരു ശബ്ദരേഖ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നിഷേധക്കുറിപ്പും വന്നിട്ടുണ്ട്. അത് മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ പോലും ആ ആരോപണത്തിൽ പറയുന്നത് നിങ്ങളൊക്കെ കാശ് തരണം, ഗവൺമെൻറ്റിൻ്റെ മദ്യനയം മാറ്റണം, അതിൽ പ്രധാനപ്പെട്ടത് ഡ്രൈ ഡേ ഒഴിവാക്കണം, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കാശ് തരണം. അതാണ്. ഇവിടെ ആർക്കും കാശ് കൊടുത്തിട്ടില്ല, കാശ് പിരിച്ചിട്ടില്ല, കാശ് മാറ്റിയിട്ടില്ല, ഇത്യാദി കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് യാതൊരു ഉദാഹരണവും നിലവിൽ ഇല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ എങ്ങനെ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെക്കണം. മന്ത്രി പറഞ്ഞിട്ടാണോ അനിമോനെ ഇങ്ങനൊരു കാശ് പിരിക്കണം കേട്ടോ എന്ന് ആരെങ്കിലും പറയുമോ? എനിക്കറിയാം, കേരളത്തിൽ ഇടതുപക്ഷ ഭരിച്ച സമയത്തുണ്ടായ 3 മന്ത്രിമാരുടെ കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിലൊന്ന്, ആദ്യത്തേത് VS അച്യുതാനന്ദൻ്റെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന PK ഗുരുദാസൻ്റെ കാലത്ത് അദ്ദേഹം ഒരു മുറുക്കാൻ പോലും ഏതെങ്കിലും ബാറുടമയിൽ നിന്ന് മേടിച്ചിട്ടില്ല. അതാണ് സത്യം. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ വന്ന മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പ്രഖ്യാപിച്ചു, എൻ്റെ വീട്ടിലേക്കോ എൻ്റെ ഓഫീസിലേക്കോ ഒരു ബാർ മുതലാളിമാരും എന്തെങ്കിലും ശുപാർശയായിട്ട് വരരുത് എന്ന്. അന്ന് VPP മുസ്തഫയാണ്, നമ്മുടെ ഇവിടെ ചർച്ചയ്ക്കുള്ള VPP മുസ്തഫയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന PS. പിന്നീട് MP രാജേഷ് വന്നു. രാജേഷ് വളരെ പ്രൊഫഷണലായ ഒരു രാഷ്ട്രീയക്കാരനാണ്, വളരെ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരനായ നേതാവാണ്. അദ്ദേഹം ഒരു കൈക്കൂലി മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കളങ്കിതമാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്തിട്ട് യാതൊരു അറിവും എനിക്കില്ല. എൻ്റെ അറിവിൽ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ അറിവിലെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. ബാക്കി സേനാപതി വേണുവിന് കൂടുതൽ അന്വേഷണം നടത്തി തെളിവുകളൊക്കെ ഹാജരാക്കിയൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് രേഖപ്പെടുത്തേണ്ടത്, എൻ്റെ അറിവിൽ ഇവർ ബാർ മുതലാളിമാരെ തങ്ങളുടെ അടുത്തേക്ക് വരുത്തിയില്ല, അടുപ്പിച്ചില്ല, അവരോട് നേരിട്ട് സംസർഗം പുലർത്തിയില്ല. അവരുടെ അപേക്ഷകൾ വാട്ടവർ എന്താണെങ്കിലും, അവരുടെ അപേക്ഷകളാണെങ്കിലും പരാതികളാണെങ്കിലും ആ മിഷണറിയിലൂടെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചുള്ളൂ. നേരിട്ട് ആരെയും കണ്ടില്ല. ഇവരൊക്കെ ഈ 3 പേരുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം മാത്രമാണത്. അവർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ബാക്കി രാഷ്ട്രീയത്തിൽ എന്തും പറയാം. രാഷ്ട്രീയത്തിലെ ആരോപണങ്ങൾ എന്ത് ഉന്നയിക്കാം ലാൽ. അത് രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നണി നേരിടണം, CPM നേരിടണം. അത് CPM-നെ ഇടതുമുന്നണിക്ക് നേരിടാൻ അറിയാം എന്ന് തന്നെയാണ്. കോൺഗ്രസ്സിന് അത് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നും അറിയാം. 2 മുന്നണികൾ തമ്മിലുള്ള വഴക്ക് അത് വേറെ കാര്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം, KPCC അധ്യക്ഷൻ്റെ പ്രതികരണം, ഇന്ന് UDF കൺവീനറുടെ പ്രതികരണം ഒക്കെ ശ്രദ്ധേയമാകുന്നത്. രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. അവിടെ നിങ്ങളൊക്കെ ഈ പറയുന്ന നേതാക്കളൊക്കെ പ്രതികരിക്കുന്നതിനുള്ള സമയമായിട്ടുണ്ടായിരുന്നോ? അതിന് തക്കവണ്ണം ഈ വിഷയത്തിലൊരു പാകത വന്നിട്ടുണ്ടായിരുന്നു? നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു കൃത്യമായ പരാതിക്കാരൻ വരുന്നില്ല, അവിടെ പണം പിരിച്ചതിൻ്റെ ഒരു തെളിവും കാണിക്കാനില്ല, ആ പണം പിരിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് ഇവിടെ ഉണ്ടാകുന്നില്ല, ഇത് ആർക്കെങ്കിലും കൊടുക്കാനോ ആരെങ്കിലും ചോദിച്ചോ എന്നോ പറയാനായിട്ടുള്ള കാര്യങ്ങളില്ല, എന്നാൽ നേരെ തിരിച്ചുള്ള കാര്യങ്ങളുണ്ട് താനും. ഈ നയത്തെ സംബന്ധിച്ചും ഈ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചുമൊക്കെ നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ക്രെഡിബിലിറ്റി ഉണ്ട്.
അത് ജനങ്ങളുടെ മുമ്പാകെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിച്ച ഒരു സർക്കാർ കൂടിയാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ ചാടിക്കയറി ഇതിനകത്തൊക്കെ ഒരു പ്രതികരണം നടത്തുന്നു, രാജിവെക്കണം എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു തിടുക്കം, മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്, രാഷ്ട്രീയം മാത്രമായി പോകുന്ന കാര്യങ്ങളെന്ന് തോന്നുന്നത്. രാഷ്ട്രീയം മാത്രമാണെന്നേ കാര്യം. രാഷ്ട്രീയമായതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം ഈ കാര്യത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ബഹുമാന്യായ ശ്രീ ജേക്കബ് ജോർജ് സാറും ശ്രീ ഡോക്ടർ VPP മുസ്തഫയും പറഞ്ഞത് ഇവിടെ ആരെങ്കിലും പണം വാങ്ങിച്ചോ, പണം വാങ്ങിക്കണം അല്ലെങ്കിൽ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, വണ്ടംമേട്ടിലെ 8-ാം മൈലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഓൾറെഡി 4 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞുവെന്ന് അനിമോൻ തന്നെ പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ കൊല്ലാനായി എന്തിനു വേണ്ടിയിട്ടാണെന്നും അനുമോൻ പറഞ്ഞല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും അനുമോൻ പറഞ്ഞല്ലോ. അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ജേക്കബ് ജോർജ് സാർ പറഞ്ഞത് ഒരു കാരണം ഉണ്ടാകണം എന്ന് പറഞ്ഞ കാരണം ഈസ് ദയർ, അവിടെ റൂട്ട് കോസ് ഉണ്ട്. അല്ല, അവിടെയാണ് സേനാപതി വേണു. നമുക്കിത് ഈ വിഷയത്തെ ഒരു നിയമപ്രശ്നമായിട്ടല്ല നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇടപെടുന്നത്. നമ്മളിപ്പോൾ വളരെ സൗഹാർദ്ദപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും അതുകൊണ്ടാണ്. രാഷ്ട്രീയമാണിതിപ്പോൾ, നിയമമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പറയുന്ന 4 ലക്ഷമല്ല മറ്റു ലക്ഷങ്ങളൊക്കെ അവിടെ കൈകാര്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനുള്ള കാരണങ്ങളുണ്ട്. അവരുടെ സംഘടനയിൽ അത് വാങ്ങാനുള്ള തീരുമാനമുണ്ട്. അതവർ വാങ്ങിയിരിക്കുന്നു എന്നതിനപ്പുറം ഇവിടെ ഒരു മദ്യത്തിൻ്റെ കാര്യത്തിൽ നയം തിരുത്താൻ വേണ്ടിയിട്ടാണത് വാങ്ങിയത് എന്ന് നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പാകെ പറയുക, കാണിക്കുക? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം. അവിടെയാണ് MP രാജേഷ് കഴിഞ്ഞ ദിവസം ഈ ചാനൽ ചർച്ചയിൽ തന്നെ വന്ന് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്നലെ സംസാരിച്ചതാണ്. അദ്ദേഹം തന്നെ പറയുന്നതാണ്, ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സർക്കാരിൻ്റെ നയം മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പണം വാങ്ങി കാര്യങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാനായി പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ആ അന്വേഷണം നടക്കുകയാണ്. അല്ല, ആ പരാതി ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്? ആ പരാതി കൊടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വിജിലൻസോ അല്ലെങ്കിൽ പോലീസ് വകുപ്പോ. അവരന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യം പുറത്തു വരുമോ? ഇവിടെ അനുമോൻ എന്ന് പറയുന്ന ആള്, അനുമോൻ അങ്ങനെ ഒരു ലേമാനല്ല. അനുമോന് ഒരു ബിസിനസ് ശൃംഖല തന്നെയുണ്ട് ഇടുക്കി ജില്ലയിൽ. സംസ്ഥാനത്തെ പല ഭാഗത്തുമുള്ള ബാർ ഹോട്ടലുകളിൽ ഷെയർ ഉടമയാണ്. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് വന്ന ഇവിടെ ജേക്കബ് ജോർജ് സാർ തന്നെ പറഞ്ഞു, അന്നത്തെ ബാർ കോഴ ആരോപണ കേസിലെ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് എന്ന നിലയിൽ അന്നു മുതൽ ഇടുക്കിയിൽ മാത്രമല്ല സമീപ ജില്ലകളിലൊക്കെ ഈ ബിസിനസ്സുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ ബാർ അസോസിയേഷന്റെ ഇവരുടെ ഈ ബാർ ആൻഡ് ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ്, ജില്ലയുടെ പ്രസിഡന്റാണ്. ശ്രീ മുസ്തഫ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ബാർ ഹോട്ടലുകാരുടെയൊക്കെ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ദൈനംദിനമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മാതിരി മെസ്സേജുകളും എല്ലാം കൊടുക്കുന്നതാണോ? അത് ഒരുപക്ഷെ അദ്ദേഹം താൻ ഇന്ന പദവിയിൽ ഇരിക്കുന്നു എന്ന് അതൊന്ന് എടുത്തു പറയുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഞാൻ ഇന്നയാൾ പറഞ്ഞ മെസ്സേജുകളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് ഇത്ര കൃത്യമായി പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിന് തർക്കിക്കാൻ ഡോക്ടർ VPP അതിനോട് എന്തോ തർക്കിക്കുന്നുണ്ട്. താങ്കൾക്ക് ഒരു സെക്കൻഡ് മുസ്തഫ ഒന്ന് വഴങ്ങുകയാണെങ്കിൽ അതിനൊരു മറുപടിയും കൂടെ തരാം അദ്ദേഹത്തിന്. ഒരു സെക്കൻഡ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു സെക്കൻഡ് തന്നാ മതി. പറഞ്ഞോളൂ. ഹലോ ലാലേ, പറഞ്ഞോളൂ. കട്ടായി. ഹലോ, പറഞ്ഞോളൂ സേനാപതി വേണു, താങ്കൾ പറയുന്നത് കേൾക്കാം. ഞാൻ ഒരു സെക്കൻഡ് മുസ്തഫയോട് ഒരു ചോദ്യമാണ്, അതിനുള്ള മറുപടിയും കൂടെ അദ്ദേഹം പറയട്ടെ. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് ഉയർത്തിയ, ഞാൻ പറഞ്ഞ ആരോപണമല്ല, ഇറ്റ് ഈസ് നോട്ട് മൈ വേർഷൻ, അത് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതാണ്. മുസ്തഫയുടെ രാജി കാരണം CPM വ്യക്തമാക്കണം. ചെറിയാൻ ഫിലിപ്പ് എക്സൈസ് മന്ത്രിമാരായ MV ഗോവിന്ദൻ, MB രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ VPP മുസ്തഫയുടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള രാജിയുടെ കാരണം CPM നേതൃത്വം വ്യക്തമാക്കണം. മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന് CPM വൃത്തങ്ങളിൽ അതിനു മുമ്പ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇതാണ് പ്രശ്നം. നമ്മൾ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. ഇന്നലെ മുതൽ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഈ പറയുന്ന പണം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നയം എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനിടയിൽ കൂടെ കടത്തി വിടുന്നത് എന്തൊക്കെയാണ്?
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ VPPയുടെ അന്നത്തെ പാർട്ടി അദ്ദേഹത്തെ മറ്റൊരു ചുമതലയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ചർച്ചയിലേക്ക് താങ്കൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതും ബാർ ഹോട്ടൽ ഉടമകളുമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ശ്രീ ചെറിയാൻപേർ ഇപ്പൊ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മലബാറിലെ ചില ബാർ ഹോട്ടൽ ഉടമകളുടെ വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നത് ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഇപ്പൊ ഇത് മാത്രമാണ്. ശരി, ഞാനത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിപ്പിക്കാൻ രാജിവെച്ചതായിരുന്നു പ്രചരണം. തെരഞ്ഞെടുപ്പിൽ മുസ്തഫയെ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിലും പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബാർ ഉടമ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശബ്ദ സന്ദേശം പുതിയ ബാർ കോഴയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ്. മുസ്തഫയുടെ പുറത്താക്കൽ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാക്കണമെങ്കിൽ പാർട്ടിയും മുസ്തഫയും നിലപാട് വ്യക്തമാക്കണമെന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ VPP ചെറിയാൻ ഫിലിപ്പിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് പോയതിനു ശേഷം ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് ഇന്നത്തെ ദിവസമാണ്. താങ്കളിലൂടെയാണത്. സേനാപതി വേണു, അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഞാൻ ആദ്യം കണ്ടിരുന്നില്ല. ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. അതിൻ്റെ ഈ പോസ്റ്റ് വായിച്ച താങ്കൾ അതിൻ്റെ താഴെയുള്ള കമന്റ് ബോക്സുകൾ വായിച്ചിട്ടുണ്ടോ? സേനാപതി വേണു വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചില്ല. അപ്പോ എന്റെ കമന്റ് അപ്പോ അതിന്റെ ശ്രീ സേനാപതി വേണു, അപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇറങ്ങി ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ആ FB വാളിൽ തന്നെ ഞാൻ എൻ്റെ മറുപടി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തോട്. എൻ്റെ FB പോസ്റ്റിലും അതിനുശേഷം ഞാൻ അക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിവിധ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് ആളുകളെ ഇടക്ക് പാർട്ടി മാറ്റിയിട്ടുണ്ട്. MV ജയരാജൻ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കി. പുത്തലത്ത് ദിനേശൻ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പിണറായിയുടെ കൂടെ. അദ്ദേഹത്തെ ഇടയ്ക്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമാക്കി. VN വാസവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു സഖാവാണ്. 1 വർഷം തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തെ മാറ്റിയിട്ട് അദ്ദേഹത്തെ കൊല്ലത്തെ പാർട്ടി ചുമതലകളിലേക്കും അവിടെ കർഷക സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയുമാക്കി മാറ്റി. ഇങ്ങനെ നിരവധി പേരെ ചെയ്തിട്ടുണ്ടെന്നേ. അത്തരത്തിലാണ് എന്നെയും മാറ്റിയിട്ടുള്ളത്. ഇത് വ്യക്തമായ കാര്യമാണ്. എന്നിട്ട് ഇതുപോലൊരു കാര്യം എഴുതുമ്പോൾ എന്നാ അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിലെ വാചകം നിങ്ങൾ വായിച്ചോ സേനാപതി വേണു? എന്താ അദ്ദേഹം പറയുന്നത്? ഈ മലബാറിലെ ചില ബാറുടമകളുമായിട്ട് ബന്ധം, എന്താ ശരിയല്ലാത്ത ബന്ധം, വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു എന്നാണ്. ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഒരാൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ പേരുപയോഗിച്ച് അധിക്ഷേപം ചൊരിയുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയാണ്. രാഷ്ട്രീയത്തിൽ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ആരോപണവും പ്രത്യാരോപണവും ഉണ്ടാകും. അത് ആരോഗ്യകരമാകണം. നിയമാനുസൃതമായ അന്വേഷണങ്ങൾക്കും സംവാദങ്ങൾക്കും ഇടം കൊടുക്കുന്നതായിരിക്കണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ച് ചെറിയാൻ ഫിലിപ്പ് എഴുതിയിട്ടുള്ളത് സേനാപതി വേണു യോജിക്കുന്നുണ്ടോ? അതിൽ തന്നെ അദ്ദേഹം പറയുന്നു കേട്ടുകേൾവി എന്നാണ്, ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നു എന്നാണ്. ഒരു തെളിവും അദ്ദേഹത്തിനില്ല, ഒരു ആധികാരികതയുമില്ല. ചെറിയാൻ ഫിലിപ്പ് എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു. നേരത്തെ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞതുപോലെ ദീർഘകാലം കോൺഗ്രസിൽ നിൽക്കുകയും പിന്നെ ഒരു 2 ദശകക്കാലം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും തിരികെ അങ്ങോട്ട് പോവുകയും ചെയ്തപ്പോൾ പഴയ ചെറിയാൻ ഫിലിപ്പല്ല. അദ്ദേഹം പാർലമെന്ററി സ്ഥാനമാനങ്ങളോട് വലിയ മോഹമുള്ള ഒരു ഭിക്ഷാംദേഹിയായിട്ട് മാറി. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു CPIM പ്രവർത്തകൻ ഒരു അധികാര പദവിയിൽ എത്തുകയും അവിടെ നിന്ന് തിരിച്ച് സംഘടനാ രംഗത്തേക്ക് പോവുകയും ചെയ്തതിനെ വല്ലാത്ത സ്വാഭാവികത തോന്നും. കാരണം അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവണതകൾ, കാരണം അധികാരം കിട്ടിയ ഒരാൾ, കോൺഗ്രസിനകത്ത് അങ്ങനെയാണല്ലോ, അധികാരം കിട്ടിയ ഒരാൾ പിന്നെ അത് കൈവിടില്ല. ദീർഘകാലം 50 വർഷം 60 വർഷമൊക്കെ അതിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് സ്വാഭാവികത. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഇങ്ങനെ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ സംഘടനാ രംഗത്തേക്ക് തന്നെ തിരികെ വന്നവർ ഒന്നല്ല. ഞാൻ നിരവധി ആളുകളുടെ പേര് പറഞ്ഞല്ലോ, ഈ മന്ത്രി ഓഫീസുകളിൽ ഉണ്ടായിരുന്നവർ. അതുകൊണ്ട് നിങ്ങൾക്കത് അസ്വാഭാവികത. അത് ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് സേനാപതി വേണു അതിനെക്കുറിച്ച് പറയേണ്ടത്? നിങ്ങൾ പറ. സേനാപതി വേണു നെഞ്ചിന് കൈവച്ചിട്ട് പറ. അദ്ദേഹം എഴുതിയ ആ പോസ്റ്റിൽ എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ, ഒരു ആധികാരികതയുണ്ടോ?
കേട്ടുകേൾവികൾ വെച്ചിട്ട് ഇങ്ങനെ ആളുകളെ അധിക്ഷേപിക്കുന്ന ശൈലി കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തിന് ചേർന്നതാണോ? ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും സംസ്കാരത്തിന് ചേർന്നാണ്. കാരണം അതുകൊണ്ടാണല്ലോ ഈ വിവാദം തന്നെ പറയുന്നത്. ഇതിൽ ബാർക്കോഴ വിവാദം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. നിങ്ങളുടെ വലിയ സമരങ്ങൾക്ക് ഈ LDF സർക്കാരിന്റെ 8 വർഷം പൂർത്തിയാക്കിയ LDF സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യുമ്പോൾ ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയുമ്പോൾ ദിവസം പറയുന്നവരെ പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു വലിയ ഗൗരവത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ മതിയോ? അല്ല, ഈ ചെറിയാൻ ഫിലിപ്പ് 4 നൂറ്റാണ്ട് പുസ്തകം എഴുതിയ 4 നൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആളാണ്. 4 നൂറ്റാണ്ട് ഇടതുപക്ഷത്തും ഉണ്ടായിരുന്നു. അപ്പോ ഇടതുപക്ഷത്തുണ്ടായ അപ്പോ ഇത്രയും കാലം ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഒരാൾക്ക് കൂടെ കിടന്നവന് രാപ്പനി അറിയാം. അപ്പൊ എവിടുന്നൊക്കെയാണോ വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം വേറെ ഈ മാറ്റപ്പെട്ട അല്ലെങ്കിൽ അല്ല അങ്ങ് തന്നെ പറഞ്ഞു നിങ്ങളുടെ കൂടെ കിടന്നിട്ട് ഇപ്പുറത്ത് വന്നപ്പോ അവിടുത്തെ രാപ്പനി ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഡോക്ടർ വി പറയും. അതായത് ഈ ചെറിയാൻ ഫിലിപ്പിന് ഇടതുപക്ഷത്തിന്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നില്ല. കാരണം ഈ നായയുടെ വാല് എത്ര കാലം ഓടക്കുഴലിട്ടാലും അത് നിവരില്ല എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഒരു അനുഭവമാണ് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച്. ഈ 4 നൂറ്റാണ്ട് പോലുള്ള പുസ്തകമൊക്കെ എഴുതിയ, കുറച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് കരുതുന്ന ഒരാൾ കേട്ടുകേൾവിയെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ അദ്ദേഹത്തിന്റെ സംസർഗം ആരുടെ കൂടെയാ? ഈ പറയുന്ന പോലെ ഒരു ആധികാരികതയും ഇല്ലാത്ത എവിടുന്നെങ്കിലും വീട് കിട്ടുന്ന ഒരു ശബ്ദരേഖയോ മറ്റോ വലിയ രാഷ്ട്രീയ ആരോപണ വിഷയമാക്കുന്ന വി ഡി സതീശന്റെ കോൺഗ്രസിന്റെ കൂടെയാ, കെ സുധാകരന്റെ കോൺഗ്രസിന്റെ കൂടെയാ. ആ സംസർഗത്തിന്റെ ദുര്യോഗം ചെറിയാൻ ഫിലിപ്പിനെ പോലും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലൊരു കേട്ടുകേൾവിയെ വെച്ചിട്ട് നമ്മളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ആക്ഷേപം ഞാനൊന്ന് മറുപടി വരട്ടെ. ഡോക്ടർ VPP, ഈ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് പണ്ട് EMS പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ. അയാൾ ഇപ്പോഴും അത് തന്നെയാണ്. അയാളെ പോലെ ഒരാള് ഇങ്ങനെ ഒരു കമന്റ് ഇടണമെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ വിവരം കിട്ടാനുള്ള സോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം 4 നൂറ്റാണ്ട് പുസ്തകം എഴുതിയ ആള് 4 നൂറ്റാണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞ കാലം എത്ര വർഷങ്ങൾക്ക് മുമ്പ്, എത്ര ദശാബ്ദങ്ങൾക്ക് മുമ്പാണെന്നൊക്കെ ആലോചിക്കേണ്ടി വരും. ഇപ്പൊ ചെറിയാൻ ഫിലിപ്പിന് മോഹമുക്തിയാണോ ഉള്ളതെന്നൊക്കെ ശ്രീ ജേക്കബ് ജോർജിന് കുറച്ചുകൂടി നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ജേക്കബ് ജോർജ് അതങ്ങനെയുള്ളൂ. അദ്ദേഹം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പദവികൾക്കോ അതല്ല എനിക്കറിയാം. അദ്ദേഹം ഈ 2 ദശാബ്ദക്കാലം ഇവിടെ കൈരളിയുടെ അടുത്തുണ്ടായിരുന്നു. എനിക്കറിയാം, ദിവസേന അദ്ദേഹത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ജേക്കബ് ജോർജിനെ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും പദവികൾക്ക് വേണ്ടി ഒരു പദവികൾക്ക് വേണ്ടി വീർപ്പ് മുട്ടുന്ന ജേക്കബ് ജോർജ് പറയണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ചും അറിയാം. ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് പരാമർശിച്ച VPP മുസ്തഫയെയും കൂടി കുറിച്ചും പറയണം. കേട്ടല്ലോ സേനാപതി വേണു. ഒരു വശത്ത് എനിക്ക് അധികം കാലം പരിചയമില്ലെങ്കിലും എനിക്ക് VPP മുസ്തഫയുമായിട്ടും പരിചയമുണ്ട്. ആദ്യം ഞാൻ ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് പറയാം. മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് EMS നമ്പൂതിരിപ്പാട്, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ച ആളാണ് ചെറിയാൻ ഫിലിപ്പ്. അതും ചെറിയാൻ ഫിലിപ്പ് KSUവിൻ്റെ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനത്തെ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാവർക്കും കൊടിക്കുന്നിലെ സുരേഷ് ഉൾപ്പെടെ PJ കുര്യൻ ഉൾപ്പെടെ ഉള്ളവർക്ക് സീറ്റ് കൊടുക്കാൻ ഒത്താശ ചെയ്ത, അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ച ഒരു നേതാവാണ്. ഒത്തിരിയും പേർക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കൊടുത്തു. പാവം വിധിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല, അദ്ദേഹത്തിന് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നീട് കൈരളിയിലേക്ക് വന്നു. അത് പിണറായി വിജയൻ എനിക്ക് തോന്നുന്നു ഒരു അരുമയായ അനുയായിയെപ്പോലെ ചെറിയാൻ ഫിലിപ്പിനെ ഇടതുപക്ഷത്ത് CPMൽ കൊണ്ടു നടന്നു. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം വളരെ കരുതലോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് അത്യാവശ്യം കൈരളിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല കൊടുത്തു കൈരളി ചാനലിൽ. അതിനെക്കാട്ടിലപ്പുറത്ത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് 3-ാം നിലയിലാണ്. അതിന് നേരെ താഴെ നമ്മൾ കയറുമ്പോൾ തന്നെ ആ പോലീസുകാരൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തുള്ള ഒരു നല്ല മുറിയാണ് ചെറിയാൻ ഫിലിപ്പിന് കൊടുത്തിരുന്നത്. നല്ല സ്ഥാനവും കൊടുത്തു, കാറും കൊടുത്തു. പക്ഷെ തീർച്ചയായിട്ടും
അദ്ദേഹം അതെല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് കോൺഗ്രസ്സിൽ പോയത്. അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. അദ്ദേഹം ഒരുപക്ഷേ രാജ്യസഭാ സീറ്റോ ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിനൊന്നും കോൺഗ്രസ്സുകാരും കൊടുത്തില്ല. അത് കാര്യം വേറെ. ഇടതുപക്ഷത്ത് നിന്നപ്പോൾ ചിലപ്പോൾ രാജ്യസഭാ സീറ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. അത് അദ്ദേഹത്തിന് കിട്ടിയില്ല. കോൺഗ്രസ്സിൽ ചെന്നു, കോൺഗ്രസ്സിലും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരു നിരാശയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വിഷയം പക്ഷേ VP മുസ്തഫയും അതുപോലെ എൻ്റെ അറിവിൽ വളരെ ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. നേരേവോ സ്വഭാവക്കാരനാണ് അദ്ദേഹം. ഏതായാലും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പരാമർശത്തിന്, ആരോപണത്തിന് ഒരിക്കലും അർഹനായ ആളല്ല VP മുസ്തഫ എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. രണ്ടുപേരെക്കുറിച്ചും എൻ്റെ വ്യക്തമായ സ്റ്റഡീഡ് ഒപ്പീനിയൻ എന്നൊക്കെ പറയുകയല്ലേ, അതേമാതിരിയുള്ള ഒപ്പീനിയൻ തന്നെയാണ് രണ്ടുപേരെക്കുറിച്ചും ഞാനിപ്പോൾ. ശ്രീ ജേക്കബ് ജോർജ്, അവിടെ എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളതും താങ്കളൊരു കമൻറ്റ് കിട്ടാനുള്ളതും അത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു നിരീക്ഷണം, ഒരു സ്റ്റഡീഡ് ഒപ്പീനിയൻ എനിക്ക് വേണ്ടത് ഈ LDF UDF സർക്കാരുകളെക്കുറിച്ചും ജനങ്ങൾക്കൊരു ഇമ്പ്രഷനുണ്ട്. നമുക്കറിയാം UDF സർക്കാർ 2011 മുതൽ 2016 വരെ പല ആരോപണങ്ങളിലൂടെ പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മദ്യവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം എന്ന് പറയുന്നത്. അതിനകത്ത് ശ്രീ കെ ബാബുവും കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കെ ബാബു, VS ശിവകുമാർ, രമേശ് ചെന്നിത്തല എന്നിവർ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. അതിനുശേഷം നടന്ന അന്വേഷണങ്ങളിലൊക്കെ അവരെടുത്ത സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴത്തെ ഒരു ആരോപണം ഇന്നത്തെ പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ ഈ ആരോപണത്തെ, കോഴ ആരോപണത്തെ സമീപിക്കുന്നത്, കാണുന്നത് ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെയുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു അയലത്ത് ഈ LDFൻ്റെ ഇന്നത്തെ ഒരു മദ്യനയ രൂപീകരണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് വിശദീകരിച്ച് എനിക്ക് 2 മിനിറ്റ് മതി. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് അതിന് ഒരു മാനദണ്ഡം. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 8 വർഷം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ അതിൻ്റെ ജനസമ്മതി എത്ര കൊണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 19-1 എന്നുള്ള കഴിഞ്ഞ തവണത്തെ ആ നിലവാരത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ, സൂചികയാവും. രണ്ടാമത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു സൂചികയാണ്. തീർച്ചയായിട്ടും ആ സൂചിക ഫലവത്തായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് കിട്ടും നമുക്കത് കണ്ടറിയാവുന്നുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ കണക്കാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇത് അനിമോൻ എന്ന ബാർ ഉടമസ്ഥൻ, അദ്ദേഹം ആ ബാർ ഉടമസ്ഥ സംഘത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയല്ല, ഒരു സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് എന്നാണ്. സംസ്ഥാന പ്രസിഡൻറ്റിന് അഭിപ്രായം ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു അതോറിറ്റേറ്റീവായിട്ടുള്ള നേതാവല്ല ആ സംഘടനയുടെ. അദ്ദേഹം ആ ഇടുക്കി ജില്ലയിലെ ബാർ ഉടമസ്ഥന്മാർക്ക് വേണ്ടി അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അതെത്ര കണ്ട് ഫലപ്രദമാണ്, അതെത്ര കണ്ട് ഒരു ആരോപണം, കാമ്പുള്ള ഒരാരോപണമായിട്ട് പരിഗണിക്കാനാവും, അതിന് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള യോഗ്യതയുണ്ടോ, അതിലേക്ക് കടക്കാനുള്ള ഒരു യോഗ്യതയുണ്ടോ, പിന്നീട് അത് വെച്ചിട്ട് മന്ത്രി രാജിവെക്കണമോ, മന്ത്രിമാർ രാജിവെക്കണമോ, അതിന് മാത്രം കാമ്പുള്ളതാണോ കഴമ്പുള്ളതാണോ ഈ ആരോപണം എന്നിത്യാദി ചോദ്യങ്ങളൊക്കെയുണ്ട്. ഞാൻ പ്രഥമ ദൃഷ്ടിയ അതൊന്നും കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഒരു വലിയ ഹൈ വോൾട്ടേജ് പ്രചരണത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്കോപ്പുണ്ട്, അതിന് മാത്രമുള്ള ഇന്ധനം ആ ഒരു ശബ്ദരേഖയിലുണ്ട്. അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് പോകാൻ അത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അത് തന്നെയാണ്. എന്തായാലും ബാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആരോപണം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇവിടെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൻ്റെ വോൾട്ടേജ് ഇത്തിരി കൂടും. ആ വോൾട്ടേജ് കൂടുന്നത് കൊണ്ട് തന്നെയാണ് 2011-16 കാലഘട്ടത്തിലെ ആ ആരോപണത്തിൻ്റെ പുറത്ത് ജനം തന്നെ സ്വയം ഇറങ്ങി വരുന്ന രീതിയിലേക്ക് അത് LDF ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ജേക്കബ് ജോർജ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിലേക്ക് പോയത്. പക്ഷെ അത്രയും ഒരു വോൾട്ടേജ് ഇവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ജേക്കബ് ജോർജ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൈ വോൾട്ടേജ് എന്നൊക്കെ കരുതിയവരുണ്ടായിരുന്നു, തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ജേക്കബ് ജോർജ് അതിലേക്ക് എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ ഫ്യൂസ് പോയി എന്നൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. വോൾട്ടേജ് അത്ര വലുതായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല.
ലാലെ, അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് ഇന്ന് 801 ബാറായി. ഈ മേഖല വലിയൊരു അഴിമതിയുടെ ഒരു ചക്കരക്കുടമായി മാറിയിരിക്കുന്നു. ഇവിടെ അനുമോൻ ഇന്ന് പുറത്തു പറഞ്ഞിരിക്കുന്നത് കേരളം കണ്ട ബാറിന്റെ എണ്ണം വർത്തമാനകാലത്തെ കൂടിയത് ഏറ്റവും കൊണ്ടാണോ വലിയ ഒരു ഈ അഴിമതി എന്ന് അഴിമതി. പറഞ്ഞത് ഇപ്പോ? പിന്നെന്താ അതിന്റെ ഒരു പിന്നാമ്പുറ കഥയാണ്. അതിന് നിങ്ങൾ എത്ര മറച്ചാലും, എത്ര മായ്ച്ചാലും, എത്ര വൈറ്റ് വാഷ് ചെയ്താലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെട്ട് അല്ല, ഇപ്പോ കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിലൊന്നും അനുമോൻ അതൊന്നുമില്ല. ഈ പറയുന്ന ആരോപണത്തിലൊന്നും ബാറിന്റെ എണ്ണം കൂട്ടുന്നതിന് ഇതിനകത്തൊരു പിരിവെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഒക്കെ ഇതല്ലേ പറഞ്ഞത്. അതിന്റെ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അത് ഏപ്രിൽ നിങ്ങളുടെ 1-ാം തീയതി ആരോപണമല്ലേ? ആയിരുന്നല്ലോ ഇപ്പോ ഈ പോളിസി പറഞ്ഞ കാര്യത്തിൽ മാറ്റേണ്ടത്. വരുന്നതല്ലോ, നിങ്ങളുടെ പുതിയ ഫ്രഷ് ആരോപണമല്ലേ? തെളിവുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതെല്ലാം ബാർ ഉടമകള് അവർ വളരെ സംഘടിതമായിട്ട് അവർ ഈ പിരിവുകൾ നടത്തിയത് ഇത് എങ്ങോട്ട് കൊടുക്കാനാണ്, ആർക്ക് കൊടുക്കാനാണ് എന്നുള്ളതൊക്കെ കേരളത്തിൽ പകൽ പോലെ ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് അതുകൊണ്ട് സേനാപതി വേണു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പറഞ്ഞ ചരിത്രത്തിലേക്കൊന്നും പോകാൻ ഇനി സമയമില്ല. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ 8 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്നവരാണ് കേരളത്തിൽ നിങ്ങൾ. വലിയ ഒരു സങ്കോചവും വലിയ ആശങ്കകളും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. ഈ പറഞ്ഞ 19ലേക്ക് ഇനി വീണ്ടും എത്താൻ പറ്റിയില്ലെങ്കിൽ ജൂൺ 4 കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ വല്ലാതെ മോശമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ ഒരുക്കമാണോ, മുന്നൊരുക്കമാണോ ഈ കാണുന്നത്? ജൂൺ 4 വൈകുന്നേരം ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നവരല്ലേ. അപ്പം അതിനാനുപാതികമായിട്ട് കേരളത്തിൽ അതിനാനുപാതികമായി കേരളത്തിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പിന്നെ ഞങ്ങൾ 8 കൊല്ലമായിട്ട് പുറത്തു പറയുന്നത് 20 സീറ്റും കേരളത്തിൽ അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഞങ്ങൾ 8 കൊല്ലമായിട്ട് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും അങ്ങനെ കൽപ്പാന്ത കാലത്തോളൊന്നും അല്ലെന്നേ. 8 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ 8 2 10 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വരാനുള്ള വഴികളെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള എന്താ പറഞ്ഞേ, ഈ ഗവൺമെന്റിനെതിരെയുള്ള ഓരോരോ കാര്യങ്ങളും അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലം കഴിഞ്ഞ് അധികാരത്തിലേക്ക് കേരളത്തിൽ എത്താനുള്ള വഴിയാണിത്. അല്ല, വഴിയാണെന്ന് പറഞ്ഞാൽ വഴി നിങ്ങൾ തന്നെ തുറന്നു വരുന്നതല്ലേ. നിങ്ങൾ തന്നെ തുറന്നു തരുന്ന വഴിയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അല്ല, ഇത് കാരണം എങ്ങനെയെങ്കിലും ഈ അധികാര കസേര കിട്ടണം. അതിനപ്പുറത്ത് ഒരു അജണ്ടയും കേരളത്തിലെ കോൺഗ്രസിനും UDF-നും ഇല്ല. നിങ്ങൾ നോക്കുക, അദ്ദേഹം പറയാണ് ഈ എക്സൈസ് എന്ന് പറഞ്ഞാൽ, ബാർ എന്ന് പറഞ്ഞാൽ വലിയ അഴിമതി കുമാരമാണ്. ആയിരുന്നു, അല്ല ഇപ്പോഴല്ല, ആയിരുന്നു 2011-16 കാലത്ത്. അതിൽ 2015 വരെ സേനാപതി വേണു 400ഓളം ബാറുകൾ നിങ്ങൾ നടത്തിയിരുന്നു. നിങ്ങൾ ഈ പറയുന്ന പോലെ 23 നിങ്ങളുടെ ഭരണത്തിന്റെ മഹാഭൂരിഭാഗം കാലം ഏതാണ്ട് 4-4.5 വർഷവും 400ഓളം ബാറുകൾ. ഓരോ വർഷവും അതിന്റെ ലൈസൻസ് പുതുക്കുമ്പോൾ നിങ്ങൾ നടത്തിയ കൊടിയ അഴിമതികൾ, തീവട്ടി കൊള്ളകൾ, അതാണ് അവസാന വർഷമായപ്പോൾ പൊട്ടി തകർന്ന് പുറത്തു വന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ശബ്ദരേഖയായിരുന്നില്ല. അത് ഒരു ചാനലിൽ വന്ന് ഇതുപോലെ ചർച്ചക്കിടയിൽ ബിജു രമേശ് നിങ്ങളുടെ ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDF-ന്റെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പണവുമായി പോയ ആളാണ്. ആ ബിജു രമേശാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ അന്നത്തെ KPCC പ്രസിഡന്റും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പേര്. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം നടത്തിയ ഒരു ചാനലിൽ നടത്തിയ വെളിപ്പെടുത്തലാണ്. നേരിട്ട് അതിൽ കേസുകൾ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ കേസുകൾ ഇല്ലാതായിട്ടില്ല. കെ ബാബു എന്ന് പറയുന്ന അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി വരവിൽ കവിഞ്ഞതിനേക്കാൾ സമ്പത്തുണ്ട്, കേസ് നടക്കുന്നു. ഇത് അന്ന് അഴിമതി കൂമ്പാരമായിരുന്നു. അത് പങ്കിട്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള തർക്കത്തിലാണ് അവസാന വർഷം 23 ബാറായിട്ട് നിന്നത്. ഇപ്പൊ 800 ബാറിന് കൊടുത്തു എന്ന് താങ്കൾ പറയുന്നു. ഈ 800 ബാറുകാരിൽ ആരെങ്കിലും ഒരാൾ ലൈസൻസ് കിട്ടാൻ ഈ 8 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു. ഒരൊറ്റ സെക്കൻഡ് അനുമോൻ പറഞ്ഞിരിക്കുന്നത് ഈ അഴിമതിയുടെ കഥകളാണല്ലോ. ശരി അല്ല, അതിവിടെ സേനാപതി വേണു ഇല്ല, അനിമോൻ പറഞ്ഞതിൽ ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമായല്ലോ. ശരി ജേക്കബ് ജോർജ്, അതായത് ഈ കോഴയും ഒക്കെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് UDF-ന് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. VD സതീശൻ്റെയും K സുധാകരൻ്റെയും ഒരു ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അത് ജൂൺ 4 കഴിയുമ്പോൾ എങ്ങനെയാവുന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഒറ്റ മിനിറ്റിൽ താങ്കൾ ഈ രാഷ്ട്രീയത്തിൽ ഉള്ള റിസ്ക് എന്താണ് സുധാകരനും സതീശനും എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാമോ? അല്ല, റിസ്ക് ഉണ്ടെങ്കിലും അവർക്ക് പ്രശ്നം നേരത്തെ ലാൽ തന്നെ പറഞ്ഞതുപോലെ
8 വർഷമായി കാത്തു നിൽക്കുന്ന പൊരി വെയിലത്ത് ഭരണത്തിൻ്റെ തണലില്ലാതെ വെയിലത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ് കോൺഗ്രസ് മുന്നണി. ആ മുന്നണി അല്പം ഡെസ്പറേറ്റ് ആണ്. അവർക്ക് കുറച്ചും കൂടെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കിയാലേ പറ്റൂ. ഇനി 2 വർഷമേ ഉള്ളൂ. ഈ 2 വർഷം കൊണ്ട് കേരളത്തിനെതിരെ ഒരു ശക്തമായ ഒരു സമര പരമ്പര ഉണ്ടാക്കണം. അത് രാഷ്ട്രീയമാണ്. ഞാനതിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് ലാൽ. അത് അവരുടെ രാഷ്ട്രീയമാണ്, കോൺഗ്രസ് രാഷ്ട്രീയമാണ്. അത് CPM ആണെങ്കിലും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചെയ്യുക. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു ആരോപണം വരുമ്പോഴും അതിനെ ഒരു ഹൈ വോൾട്ടേജ് ലെവലിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ജുഡീഷ്യൽ അന്വേഷണവും മന്ത്രിമാരുടെ രാജ്യം ആവശ്യപ്പെടുന്നത്. അത് സാധാരണ നാച്ചുറൽ മാത്രമാണ്. രാഷ്ട്രീയം തന്നെയാണ്, സാധാരണ രാഷ്ട്രീയമാണ്. ഹൈ വോൾട്ടേജിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അവിടെ എത്രമാത്രം ആ റിസ്കിൽ വി.ഡി. സതീശനും കെ. സുധാകരനും ഒക്കെ മുന്നോട്ട് പോകും എന്നാണ് അറിയേണ്ടത്. അതിന് കാത്തിരുന്ന് കാണാം. എന്തായാലും അനിമോൻ ഇന്ന് വാക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.